ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഇഷ്കൂസ് വേൾഡ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ റെസിപ്പി കപ്പയും ബീഫും. ഇതിന് പല സ്ഥലങ്ങളിലും പല പേരുകളാണുള്ളത്. കപ്പ ബിരിയാണി, ഇറച്ചിക്കപ്പ പുഴുക്ക്, ഇറച്ചിമ്പൂളയും, ഇനിയും കുറേ പേരുകളുണ്ടാവും. നമുക്ക് എന്തായാലും ഇതിന് എന്തൊക്കെ വേണമെന്നും എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലോട് കൂടിയ ബീഫ് 1 കിലോ, കപ്പ 1 കിലോ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, വലിയ ജീരകം പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, ഉലുവ 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, ഉള്ളി 1, തക്കാളി 1, ഉപ്പ്, വെളിച്ചെണ്ണ ആവശ്യത്തിന്, മല്ലിയില, കറിവേപ്പിൻ്റെ ഇല, ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി കൂടി ചതച്ചത് 2 ടേബിൾ സ്പൂൺ. ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി ചതച്ചതാണ്. പച്ചമുളക് ഞാൻ നേരത്തെ അതിൽ ചതച്ച കാര്യം പറയാൻ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഉള്ളി, തക്കാളി, കറിവേപ്പിൻ്റെ ഇല. ഇനി മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, വലിയ ജീരകം പൊടിച്ചത്, ഉലുവ, ഇതെല്ലാം ഇട്ട് കൊടുത്തു. പിന്നെ ഉപ്പ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ. ഇനി കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 6 വിസിൽ വരേക്ക് വെയിറ്റ് ചെയ്യണം. ആ സമയം കപ്പ വേവിച്ചെടുക്കണം. കപ്പ വേവിച്ചെടുക്കാനായിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉപ്പ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. കപ്പ വെന്ത് വരുന്ന സമയത്ത് ഇതിങ്ങനെ ഇതുപോലെ ഉടച്ചു കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഇതാ കപ്പ ചെറുതായിട്ടൊക്കെ കുറുകി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ആവാനുണ്ട്. അപ്പോൾ കപ്പ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് അപ്പുറത്തേക്ക് മാറ്റി വെക്കാം. ബീഫ് എന്തായെന്ന് തുറന്ന് നോക്കാം. ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഈ കപ്പ ഈ ഒരു രീതിയിലാണ് ഉടച്ചെടുത്തിട്ടുള്ളത്. ഇനിയും നല്ല ഗ്രേവി പോലെ കിട്ടണം എന്നുള്ളവർക്ക് ഒന്നും കൂടെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് ഉടഞ്ഞു കിട്ടും പെട്ടെന്ന് തന്നെ. അപ്പോൾ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വീണ്ടും ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം കൂടി ഇതൊന്ന് കുക്ക് ചെയ്യണം. കാരണം ഇതിലേക്ക് ബീഫിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് കപ്പയിലോട്ട് പിടിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഈ സമയം അതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറവിട്ടെടുക്കാം. ഉള്ളി നല്ലൊരു ബ്രൗൺ നിറമായിട്ട് വരുമ്പോൾ കറിവേപ്പിൻ്റെ ഇല കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കപ്പയുടെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് വറവിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശേഷം കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ശർക്കര, ഒരു പിഞ്ച് ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ശർക്കരയുടെയും മല്ലിയിലയുടെയൊക്കെ ഫ്ലേവർ ഒന്ന് അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ശർക്കര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണം കൂടെ ഉണ്ട്. ഉപ്പോ എരിവോ ഏതെങ്കിലുമൊക്കെ ഒരു മസാല കൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യും കൂടെ ചെയ്യും ശർക്കര. പിന്നെ നല്ലൊരു ഫ്ലേവറും കൂടിയാണ് ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതാ ഞാനിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇറച്ചിയും കപ്പയും റെഡി ആയിട്ടുണ്ട്. കപ്പ ബിരിയാണി. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തായാലും ഇറച്ചിയും പൂളയെന്നാണ് പറയുക. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതിനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക.